ശ്രീ അനിൽ ബോസ്, വിജിലൻസിന് ഇദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് പരാതികൾ നൽകിയ, ഞാൻ മനസ്സിലാക്കുന്ന ഒന്നിലധികം പരാതികൾ നൽകിയ ഒരു വ്യക്തിയാണ് താങ്കൾ, അല്ലേ? ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ, അതോ അതും ഇതുപോലെ മുടങ്ങിക്കിടക്കുകയാണോ? കഴിഞ്ഞ മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ എല്ലാ തെളിവുകളും സഹിതം നേരിട്ട് കൈമാറിയിട്ടുണ്ട്. പരാതിയുടെ സ്വീകരിച്ചുള്ള റെസിപ്റ്റും കിട്ടി. പക്ഷെ അതിനുശേഷം യാതൊരു നടപടികളും അതിൽ ഉണ്ടായതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ ബന്ധപ്പെട്ടിരുന്ന അവിടെ ഓഫീസിൽ അതിലെനിക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. അദ്ദേഹം ഗവൺമെന്റിന് കൊടുത്ത സ്വത്ത് വിവരങ്ങൾ, അതായത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരിന് എല്ലാ വർഷവും മാർച്ച് മാസത്തോടുകൂടി അവര് ഈ വർഷം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം നൽകിയ സ്വത്ത് വിവരങ്ങളിലെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിരവധി വസ്തുക്കളെ, കാക്കനാടുള്ള ഫ്ളാറ്റുകളെ, ഇതെല്ലാം മറച്ചു വെച്ചാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിനകത്തൊന്നും യാതൊരു വരുമാനവും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി, ഞാൻ എന്റെ ഡോക്യുമെന്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു പ്രോപ്പർട്ടി അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ദീപ കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് വാടകയ്ക്ക്, ഒരു വ്യവസായം നൽകാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉണ്ടായിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന സ്വത്ത് വിവരം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രഥമ ദൃഷ്ടിയായി എല്ലാ തെളിവുകൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വിജിലൻസ് അതിനകത്ത് വലിയ അന്വേഷണവും നടത്തേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം സർക്കാരിന്റെ രേഖകളിൽ തന്നെ രജിസ്ട്രേഷൻ വകുപ്പിലും എല്ലാ രേഖകളുടെ കോപ്പികൾ സഹിതം ഒരു വിവരാവകാശ പ്രവർത്തനമാണ്. ഇതെല്ലാം വിവരാവകാശത്തോട് എടുത്ത് തന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാ സഹിതമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത്. അതാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണല്ലോ. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, മോന്തായം വളഞ്ഞാൽ 36 വളയുമെന്ന്. എന്നാലും മോന്തായം വളഞ്ഞു, അവിടെ തൊട്ട് താഴോട്ട് ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വകുപ്പുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. എങ്ങനെ മറ്റുള്ളവരെ നേരെയാക്കാൻ സാധിക്കും? സംസ്ഥാനത്തിന്റെ ഏറ്റവും ചീഫ് ഓഫീസറാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അഴിമതിയെ കുറിച്ച് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ രതിക്രീഡകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പൊ പലരും പറഞ്ഞ പോലെ ഭയാനകമായ ഡോക്യുമെന്റുകളാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും എങ്ങനെ ഇത് ഇദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അദ്ദേഹം ഇത്രയും ജീവനക്കാരികൾ പരാതി കൊടുത്തു. സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ അനുഭാവ സംഘടനകൾ എല്ലാ ജീവനക്കാരികളും പരാതി കൊടുത്തു. അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു ഇന്റേണൽ അന്വേഷണം പോലും നടന്നില്ലെന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ അദ്ദേഹം പവർഫുൾ, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസരിപ്പിച്ച് നിർത്താൻ സാധിക്കും. പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഒബീഡിയൻസ് സാധനമായിട്ട് മാറ്റി അവിടെ നിർത്തിക്കൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തു. അപ്പം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ, അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടാതെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി പോസ്റ്റ് കൊടുത്തെന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ഗുരുതരമായ തെറ്റാണ് കേരളീയ സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1956 ഒരു മന്ത്രിയുടെ കാറിൽ ഒരു സ്ത്രീ ഇരുന്നെന്നും പറഞ്ഞ മന്ത്രി രാജിവെച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളത്തിൽ എത്രയോ നല്ല മാതൃകകൾ ഉണ്ടായിരുന്നു. ആ മാതൃകകളെല്ലാം കാറ്റിപ്പുറത്ത്. ഇപ്പൊ ഞാൻ 33 വർഷം കേരള സർക്കാരിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനത് പറഞ്ഞത്, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അടിച്ചാൽ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു അടി കൊടുത്തത്. അതിനെതിരെ FIR ഇട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന സംസ്ഥാനമായിരുന്നു കേരളം. അവിടെയാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആളെ, ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഇത്രയും വലിയൊരു മലയാളത്തിൽ അതിന് പറയാൻ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, ഒരു ആഭാസത്തരം കാണിക്കുന്ന ആളായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്രട്ടേറിയറ്റിലെ ഒരു മുറി ലോഡ്ജായിട്ട് വെച്ചേക്കുന്നത് ഞാനല്ല പറഞ്ഞേക്കുന്നത്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് കൊടുത്ത പരാതിയിലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ നടത്താന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ ക്യാബിനറ്റ് മന്ത്രിമാരിരിക്കുന്ന ഇതാണ്. അവിടെ നമ്മുടെ ക്യാബിനറ്റ് കൂടുന്ന ബിൽഡിംഗ് ആണ്, മുഖ്യമന്ത്രി ഇരിക്കുന്ന ബിൽഡിംഗ് ആണ്. അവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങള് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന ചീഫാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിക്കണം, അദ്ദേഹത്തിനെതിരെ FIR ഇടണം. ഈ വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിനെതിരെ മാന്യമായ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം സ്ത്രീലമ്പടന്മാരായ പലരെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിലര് ഗാന്ധിജി പറഞ്ഞ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞു. ചിലരുടെ ജീവിതം വേറെ, സന്ദേശം വേറെയാണ്. അപ്പൊ സന്ദേശം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരും, ജീവിതമൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ജീവിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പൊ കേരളത്തിൽ പല കാര്യങ്ങളും കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കേരളം മാതൃകയാകണമെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങണം. മോന്തായത്തിൽ നിന്ന് തുടങ്ങി താഴേക്ക് വന്നെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. താഴെയുള്ള ജനങ്ങളെ പിടിച്ചിട്ട് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആരെങ്കിലും പിടിച്ച് വൈകുന്നേരം പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് സ്ത്രീകളെയൊക്കെ അസമയത്തേക്കുന്നവരൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
അപ്പൊ അതല്ല കേരളത്തിൽ വേണ്ടത്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ആയിട്ട് ചിലപ്പം ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. എറണാകുളത്ത്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അതല്ല, ഏറ്റവും മുമ്പിൽ നിന്ന് തുടങ്ങണം, 5 സ്റ്റാർ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ആ ബ്യൂറോക്രാറ്റിന്റെ തലപ്പത്ത് തന്നെ തുടങ്ങണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കേരളം നമുക്ക് മുമ്പിലാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇദ്ദേഹത്തെ മാതൃപരമായിട്ട് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ടതിൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിന്റെ ക്രെഡിബിലിറ്റി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് പറയാനുള്ളത്.